വെൽക്കം ഗൈസ്, വെൽക്കം ബാക്ക് ടു റൈഡോഗ്രാം സ്റ്റോറീസ്. ഇപ്പോൾ ഇന്ന് നമ്മളിലേക്ക് നമ്മുടെ F250 N250യുടെ കംപ്ലീറ്റ് റിവ്യൂവിനാണ്. ഇന്ന് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഫസ്റ്റ് റിവ്യൂ പ്രോഗ്രാമിന് കുറച്ച് ക്ലിപ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു കിടിലം വ്യൂ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാണുക. അതുപോലെ വീഡിയോയുടെ കുറേ ഇമ്പമാകുന്ന സീൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടും തന്നെ ഉണ്ടാവും. സോ നമുക്ക് അധികം വലിച്ചു നിന്നിട്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ മോർണിംഗ് തന്നെ നമ്മൾ ഷോറൂമിലോട്ട് എത്തിയിരുന്നു. പിന്നെ കുറച്ച് ഫംഗ്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ വന്ന് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ് രാവിലെ തന്നെ എത്തിയത്. ആദ്യത്തെ റിവ്യൂലാണ്, അതിൻ്റെ കംപ്ലീറ്റ് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ രാവിലെ തന്നെ. സോ അങ്ങനെ കാത്തിരുന്ന് 5 മണിയായി നമ്മുടെ റിവീലിംഗ് ടൈമിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. സോ നമ്മുടെ റിവീൽ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനായിരുന്നത് സന്തോഷ് സെബാസ്റ്റ്യൻ സാറാണ്. പുള്ളി നമ്മുടെ ദീദി ബജാജിൻ്റെ സെയിൽസ് മാനേജറാണ്. നെക്സ്റ്റ് is the reveal. അടുത്തതായി സംസാരിക്കുന്നത് ദീദി ബജാജിൻ്റെ MD ആയിട്ടുള്ള പോൾ സാറാണ്. അടുത്തതായി സംസാരിക്കുന്നത് ഹരീഷ്ണ സാറാണ്. പുള്ളി ബജാജ് ഫിനാൻസിൻ്റെ ASM ആണ് കേട്ടോ. അടുത്ത് സംസാരിച്ചത് അത് ഞാൻ തന്നെയായിരുന്നു. തുടർന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള മണികണ്ഠൻ നമ്മുടെ ഒരു പൾസറിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ആയിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ പ്രോഗ്രാം എല്ലാം സമാപിച്ചിട്ടുണ്ട്. നമ്മുടെ വണ്ടികൾ രണ്ടും നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ റിവ്യൂവിൽ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഉണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ടാങ്ക് ഉണ്ടെന്ന് നമ്മൾ സംസാരിക്കില്ല. എന്താണ് വാട്ട് യു അല്ലെങ്കിൽ വാട്ട് ഐ ഫീൽ എന്നുള്ളത് മാത്രമാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യം വണ്ടി ഓടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. സോ നമുക്ക് ഡയറക്റ്റ് റൈഡിലോട്ട് പോവാം. ആദ്യം തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലുക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമ്മുടെ 220Fനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന 2 മോട്ടോർ സൈക്കിളാണ് നമ്മുടെ N250 ആൻഡ് F250. ലുക്കിനെ പറ്റി പറയുമ്പോൾ ഞാൻ എല്ലാ പാർട്സും പറയുന്നില്ല. എനിക്ക് എന്ത് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്ന് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ വണ്ടിയുടെ മഡ് ഗാർഡ് ഡിസൈൻ വാസ് ബ്യൂട്ടിഫുൾ. 2 ലെയറുകളായിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. അത് ഭയങ്കരമായിട്ട് ഈ ബൈക്കിനൊരു ഗുഡ് ലുക്കിംഗ് ഫീൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പുതുമയും കൊടുക്കുന്നുണ്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഈ ഒരു പാഡിങ് ഉണ്ട്. ആക്ച്വലി ഇത് ഒരു പർപ്പസും ഇല്ലാത്തൊരു സാധനമാണ്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രെയിമിനെ ഒരു ഫ്രെയിം കവർ പോലെ കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് വണ്ടിയുടെ ലുക്കിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. N250 വരുമ്പോൾ അതിൻ്റെ നമ്മുടെ ഫോർക്കിൻ്റെ ടോപ്പ് ബോൾട്ടുകൾ 2 വരുന്നുണ്ട്. ഇത് 2 കളറിലാണ് അവർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി റൈഡിങ് ടൈമിൽ ഭയങ്കര നമുക്കൊരു അഡ്ജസ്റ്റബിൾ ഫോർക്ക് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അത് വന്നിട്ടുണ്ട്. സാധാരണ ബൈക്കുകളിൽ കണ്ടുവരുന്ന, സാധാരണ പൾസർ വണ്ടികളിൽ കണ്ടുവരുന്ന അതേപോലത്തെ ഒരു സ്വിച്ച് സെറ്റപ്പ് തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇതിൽ 2 സ്വിച്ചിൻ്റെ 2 സൈഡിലായിട്ട് ഒരു ഗ്രേ കളറിലുള്ള 2 സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഒരു അതായത് കോമൺ സ്വിച്ചസ് ആണെങ്കിലും ഒരു പുതിയൊരു ഡീറ്റെയിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈ 2 വണ്ടികളിൽ നമുക്ക് വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് പറയുന്നത് വണ്ടിയുടെ ടെയിൽ പീസാണ്. അതായത് നമ്മുടെ ബ്രേക്ക് ലൈറ്റ്, ടെയിൽ പീസുകൾ, പിന്നെ സീറ്റിൻ്റെ കംഫർട്ടിനെ പറ്റി ഞാൻ സംസാരിക്കാം. ബട്ട് വളരെയധികം പ്രീമിയം ഫീൽ കൊടുക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ ആ ഒരു ഏരിയകളെല്ലാം. പിന്നെ ഇതിലെ ബ്രേക്ക് ലൈറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മുടെ RSൻ്റെ ബ്രേക്ക് ലൈറ്റുകളെ തിരിച്ചിട്ട രീതിയിലാണ് വണ്ടിയുടെ ഒരു ബ്രേക്ക് ലൈറ്റ് ഡിസൈൻ വരുന്നത്. ബട്ട് അത് വളരെ നല്ല രസത്തിലുണ്ട്. അതുമാത്രമല്ല കുറച്ച് സീക്വൻസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ F250യുടെ ഫെയറിംഗ് ആയാലും ഹെഡ് ലാമ്പ് നമുക്ക് റണ്ണിങ് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫെയറിങ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ലുക്കിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലുള്ള വളരെ നല്ല ഒരു അപ്പിയറൻസ് തന്നെയാണ് രണ്ട് വണ്ടികളും നമുക്ക് നൽകുന്നത്. എസ്പെഷ്യലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് N250 ആണ്. നിങ്ങൾക്ക് ഏത് വാഹനമാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ.
ഇനി വണ്ടിയുടെ നമുക്ക് യൂസബിലിറ്റി പ്രാക്ടിക്കാലിറ്റിയെ പറ്റി സംസാരിക്കാം. ആദ്യം പ്രാക്ടിക്കാലിറ്റി. അപ്പോൾ ആദ്യം ഒരു വണ്ടിയുടെ പ്രാക്ടിക്കാലിറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കിത് ചൂസ് ആകും എന്നുള്ളതാണല്ലോ. ഇത് നമ്മളിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് വലിയ ഹൈറ്റൊന്നുമില്ല, എനിക്ക് വളരെ ഹൈറ്റ് കുറവാണ്. എനിക്ക് 165 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ്. എനിക്കിത് അത്യാവശ്യം കംപ്ലീറ്റ്ലി പ്ലാനഡ് ഫുഡല്ല, ബട്ട് എനിക്ക് സുഖമായിട്ട് കാലൂന്നാൻ പറ്റുന്നുണ്ട്. വണ്ടി ഓവർ വെയിറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ചൊരു നിമ്പിൾസിറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുമോ എന്നുള്ളൊരു ചിന്തയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് രണ്ട് വണ്ടികളും ഇരിക്കുന്നത്. എസ്പെഷ്യലി എനിക്കിത് കുറച്ചും കൂടി ഫണ്ണായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റി. ഇതൊരു പ്രാക്ടിക്കാലിറ്റി ഫാക്ടേഴ്സ് ഇവരെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ഇതിൻ്റെ ക്യാരക്ടർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു റിയലി ഒരു കമ്മ്യൂട്ടർ വണ്ടികളാണ്. അതായത് നമുക്ക് ഒരു വൻ പൊളിയാണോ, നമ്മളൊരു NS പോലത്തെ ഒരു പാക്കേജ് ആണോ എന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു എഗെയിൻസ്റ്റ് വരുന്ന വണ്ടികൾ എനിക്ക് ഫീൽ ചെയ്തൊരു അപ്പാഷെ 200, അതുപോലെ തന്നെ FC 250, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കമ്പാരിറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ആ വണ്ടികളെ വെച്ചാണ് ഇവരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അല്ലാതെ 250 BHP വേണ്ടി ഞാൻ ഡൊമിനാറുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല. ഇത് അതുമായി അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല. എങ്കിൽ NS പമ്പയർ ചെയ്ത് പറഞ്ഞാൽ പവറിൻ്റെ ഫിഗർ വെച്ച് പറഞ്ഞാൽ ഇത് ആ കൂട്ടത്തിൽ വരുന്ന വണ്ടിയല്ല. 250 cc വളരെ കുറഞ്ഞ പവർ, അതൊരു 24 up to 25-നകത്തുള്ളൊരു പവർ ഫിഗേഴ്സ് വണ്ടി കാഴ്ചവെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ടോർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. വളരെ സ്ട്രെസ് ഫ്രീ ആണ്. നമുക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് കൊടുക്കാൻ, സമാധാനമായി ഓടിക്കാൻ പറ്റുന്ന ഒരു നല്ല വണ്ടി. പിന്നെ സസ്പെൻഷൻ സെറ്റപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഞാൻ ഒന്നുകൂടെ പറയണം. പ്രാക്ടിക്കാലിറ്റി എടുക്കുന്ന സമയത്ത് ഡെയിലി ഒരു ഓഫീസ് കമ്മ്യൂട്ടർ പോകും, നിങ്ങൾക്ക് പോയിട്ട് വരണം, കട്ടർ റോഡ്, നമ്മളെ ട്രാഫിക്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ഇതൊരു നല്ല വണ്ടിയാണ്. വണ്ടിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ടാണ് വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഇത് ബജാജ് വളരെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു കംപ്ലീറ്റ്ലി ന്യൂ എഞ്ചിനാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയെ പറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ പ്രീവിയസ് പൾസർ ജെന്നെ അപേക്ഷിച്ചുകൊണ്ട് ഇത് കുറച്ച് റിഫൈൻഡ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഓയിൽ കൂളർ സിസ്റ്റവും ഈ വണ്ടിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. BS6 നോംസ് കംപ്ലയിൻറ്റ് ചെയ്യുന്നതുകൊണ്ടാവാം വണ്ടിയുടെ ഒരു വളരെയധികം റിഫൈൻഡ് ആയിട്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും റിഫൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ഒരു 100 and 110 ക്രൂസിങ്ങിന് ഇത് ഭയങ്കരമായിട്ട് ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ലോങ് റൈഡ് നമ്മൾ എന്തായാലും പോകുന്നുണ്ട്, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു റിവ്യൂ കൂടി അതിനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കാലിറ്റിയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു ഹാൻഡ്ലിങ് ആൻഡ് കംഫർട്ടാണ്. കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു കുഷനിങ് ആയാലും അതിൻ്റെ മെറ്റീരിയൽസ് ആയാലും അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ കുറച്ച് പാടാണ്, കഴുകിയെടുക്കേണ്ടി വരും എന്തെങ്കിലും അഴുക്കൊക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ. മെറ്റീരിയലിൻ്റെ ഒരു പ്രോബ്ലം എനിക്കത് ഫീൽ ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി നല്ല ഒരു കംഫർട്ടബിൾ പൊസിഷൻ ക്യാരി ഓൺ ചെയ്യുന്നുണ്ട്. F250 ആണ് നല്ല കംഫർട്ടബിൾ എങ്കിലും കുറച്ച് ഫൺ പൊസിഷൻ നൽകുന്നത് N250 ആണ്. ഇപ്പോൾ നമുക്ക് ലോങ് റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് F ആയിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് ഫൺ വിത്ത് എ ലോങ് റൈഡ് എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഒരു ഫൺ വിത്ത് കമ്മ്യൂട്ടിങ് എന്നുള്ളൊരു പ്ലാൻ ഉള്ളവർക്കായിരിക്കും N കറക്റ്റ് ആപ്റ്റ് ആവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് ആയിക്കോട്ടെ, ഒരു പുതിയ ബ്രാൻഡ് ക്രെമിക്ക എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത് വിത്ത് സിംഗിൾ ചാനൽ ABS. ഞാൻ ആക്ച്വലി അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്നൊരു ഫീഡ്ബാക്ക് ഉണ്ട്. ബട്ട് നമുക്ക് ലോങ് റൈഡിൽ മാത്രമേ അതിൻ്റെ പ്രോപ്പർ യൂസ് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇതിനൊരു ബാക്കിലും കൂടെ ഒരു 250 ഒരു 25 BHP പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സിംഗിൾ ചാനൽ ABSനേക്കാളും ഒരു ഡ്യുവൽ ചാനൽ ABS കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഒരു ഫൺ ഫാക്ടർ അല്ലാത്തത് കൊണ്ട് എനിക്ക് കൂടുതലും ഇപ്പോൾ ഞാൻ N250യുടെ ഹാൻഡിൽ ബാർസ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഫൺ ഫാക്ടറാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ സെറ്റപ്പ് അതിനോട് അത്രത്തോളം നീതി പുലർത്തുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഒരു ഫണ്ണിനായിട്ടുള്ള ഒരു സസ്പെൻഷൻ സെറ്റപ്പ് അല്ല വണ്ടിക്ക് വരുന്നത്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫൺ ആഗ്രഹിക്കുന്ന ഡെയിലി യൂസിൽ ഒരു ഫൺ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് ഇതൊരു. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ ഫൺ ഫാക്ടർ ബൈക്കല്ല, ഇതൊരു കമ്മ്യൂട്ടർ പ്ലസ് ഫൺ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് N. F എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ കമ്മ്യൂട്ടറാണ്. നമുക്ക് വിശാലമായിരിക്കാം, സുഖമായിരിക്കാം. എസ്പെഷ്യലി സീറ്റ് സെറ്റപ്പ് ഭയങ്കര കംഫിയാണ്. നമുക്ക് കംഫർട്ടായിട്ടിരുന്ന് ട്രാവൽ ചെയ്യാം. ഇവൻ ലോങ് ആണെങ്കിൽ പോലും ഞാൻ ലോങ് ട്രാവൽസ് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ ഒന്നും കൂടി ഡീപ്പായിട്ട് സംസാരിക്കുന്നതാണ്. ഹീറ്റ് വളരെ കുറവാണ്. സോ കംഫർട്ടബിളിന് മറ്റൊരു പോസിറ്റീവ് ഫാക്ടറുണ്ട്. ബ്രേക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൺ ബൈറ്റ് അല്ല, ബട്ട് ഇറ്റ്സ് ലൈറ്റർ. നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പിടിക്കുന്നിടത്ത് വണ്ടി നിർത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ പ്രാക്ടിക്കാലിറ്റിക്ക് വണ്ടി നല്ലൊരു ഫാക്ടർ കൊടുക്കുന്നുണ്ട്. പിന്നെ ബജാജിൻ്റെ DTSI എഞ്ചിനാണ് വണ്ടിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം അത് ആ ഒരു എഞ്ചിൻ കാഴ്ചവെക്കുന്ന കുറച്ച് പ്രധാന കാര്യമുണ്ട്. മാക്സിമം പവർ, മാക്സിമം മൈലേജ്. അപ്പോൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ ഇങ്ങനൊരു വണ്ടി ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടെ ഉണ്ടല്ലോ. അത് നോക്കുമ്പോൾ കുറച്ചും കൂടി പാർട്സ് അവൈലബിലിറ്റിയൊക്കെ എസ്പെഷ്യലി ഈസ് എ ബജാജ്. സോ നിങ്ങൾക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. 1.73 1.71 ആണ് റേറ്റ് വരുന്നത്. ഈ റേറ്റിന് 24 BHPയും 21 Nm ടോർക്കും നിങ്ങൾക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്,
സിംഗിൾ ചാനൽ ABS കൊടുക്കുന്നുണ്ട്, പുതിയൊരു ബ്രേക്കിംഗ് സിസ്റ്റം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ആവശ്യമായ ഫീച്ചേഴ്സ്, എസ്പെഷ്യലി ഒരു ട്രാവലർ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്ന നമ്മുടെ ഒരു ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളും വണ്ടിയിൽ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല അത് കാണാൻ തന്നെ എന്ത് ഡീസൻ്റാണ്, ഭയങ്കര ഡീസൻ്റായിട്ട് അലൈൻഡാണ്. അതുപോലെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി നൽകുന്ന ഒരു നല്ല മോട്ടോർ സൈക്കിളായിട്ടാണ് ഇപ്പോൾ ബജാജ് വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലുക്സിൻ്റെയും കാര്യങ്ങളുടെയും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. നിങ്ങൾക്കിത് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും നിങ്ങൾക്കിതിൽ ഏതായിരിക്കും നല്ലതെന്നുള്ളത് എന്തുകൊണ്ട് പറയുന്നു എന്നും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം കേട്ടോ. സോ ഇതാണ് നമുക്ക് ഈ വണ്ടിയെ പറ്റി എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങൾ. പിന്നെ സസ്പെൻഷൻ കുറച്ചും കൂടി അല്പം കൂടെ സ്റ്റിഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെബിലിറ്റിയിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വേറൊരു കാര്യങ്ങളും എനിക്ക് പറയാനില്ല, സിംഗിൾ ചാനൽ ABSും കൂടെ ഒരു ഡ്യുവലായിരുന്നെങ്കിൽ നന്നായി. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഷെയർ ചെയ്യാം. പിന്നെ നമുക്ക് ഈ വണ്ടിയുടെ ഷോറൂം ഡീറ്റെയിൽസും വണ്ടി സെയിൽ ചെയ്യുമ്പോഴുള്ള എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ വണ്ടി വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളതും നമുക്ക് ഇവിടുത്തെ ഷോറൂം ടീമുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ നീൽ തോമസ് ചേട്ടനാണ്. പുള്ളിയാണ് നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തതും ഇന്നത്തെ ഈവൻ്റ് എല്ലാം പ്ലാൻ ചെയ്യും. സോ അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടിയുടെ ഒരു കസ്റ്റമർ റെസ്പോൺസിനെ പറ്റിയും നമ്മുടെ എങ്ങനെ ഒരാൾക്ക് ആക്സസബിൾ ആയിട്ട് വാങ്ങാമെന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ. സോ ഈ വണ്ടി വാങ്ങാനായിട്ട് എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സും കാര്യങ്ങൾ? വാങ്ങാനായിട്ട് നമുക്ക് 2 പർച്ചേസ് മോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ക്യാഷ് മാത്രമേ വരുന്നുള്ളൂ. ഇത് വരുന്നതെന്ന് കുഴപ്പമില്ല, ഇരിക്കട്ടെ, കുഴപ്പമില്ല ചേട്ടാ. ഊരണം വേണ്ട, ഇത് മതി, ഇതിരിക്കട്ടെ, ആൾക്കാർ എന്നെ കാണാൻ പാടില്ല. ഓക്കെ ഓക്കെ കണ്ടു ഇല്ലല്ലോ. അപ്പം ഇത് 2 മോഡ് ഓഫ് പർച്ചേസ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്ക് റെഡി ക്യാഷാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കും. ഫിനാൻസ് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഡിലേ വരാൻ പറയുമ്പോൾ അവരുടെ ലോഗിനും കാര്യങ്ങളൊക്കെ എടുത്ത് വെരിഫിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ ചേട്ടാ, നമുക്ക് ഫിനാൻസ് എടുക്കുമ്പോൾ ഫിനാൻസ് എടുക്കുമ്പോഴേക്കും ഫിനാൻസ് നമുക്കിപ്പം അത്ര ഡിലേ വരുന്നില്ല. മാക്സിമം പോയി കഴിഞ്ഞാൽ നല്ല പ്രയോറിറ്റി കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 3 മിനിറ്റ്സ് ഒരു 3 അവേഴ്സിനുള്ളിൽ തന്നെ അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാരും കൂടുതലും ഫിനാൻസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഫിനാൻസ് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടെന്ന് പറയുമ്പോൾ ക്യാഷ് ഫുള്ളായിട്ട് ഇനിഷ്യലി എടുക്കാൻ പറ്റാത്ത ആൾക്കാർ ഫിനാൻസ് ഓപ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്? ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് ഇപ്പം ഏകദേശം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇപ്പം നമുക്ക് 250 പുതിയത് ഇറങ്ങി ഏകദേശം ഇതിന് രണ്ടിനും വലിയ പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല. എന്ന് പറയുമ്പോൾ അറൗണ്ട് എക്സ്ഷോറൂം പ്രൈസ് വരുവാണെങ്കിൽ 141ഉം 143 വരുന്നുള്ളൂ. ജസ്റ്റ് ഒരു 2000 റുപ്പീസിൻ്റെ ഡിഫറൻസ്. പിന്നെ ഇനിഷ്യൽ പേയ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 80-85% നമുക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല സിബിൽ സ്കോർ ഇപ്പം നല്ല സ്കോറുള്ള കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ മാക്സിമം 90-95 വരെ നമുക്ക് പോകും. ഓക്കെ, അപ്പോൾ ഒരു ഇനിഷ്യൽ എത്രയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് മിനിമം കൊടുക്കേണ്ടത്? ഇപ്പോൾ മിനിമം ഇപ്പം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹൈ എൻഡ് ഈ ഒരു മോഡലിന് ഇപ്പോൾ ഒരു 40-42 ഒക്കെ മതി. ഓക്കെ, അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് ഏറ്റവും കുറഞ്ഞത് ആ ഒരു റേറ്റ് കൊടുത്താൽ മതി. അതിപ്പോൾ നമുക്ക് ഏത് വണ്ടിയാണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇത് പൾസർ ആണെങ്കിലും പിന്നെ ഡോമിനോർ ആണെങ്കിലും എല്ലാത്തിനും ഈ കാറ്റഗറിയിൽ തന്നെ വരുന്നത്. 400 വരുമ്പോൾ മാത്രം ഇച്ചിരി മാറും. 400 വരുമ്പോൾ അതൊരു 50-60 ആ റേഞ്ചിലോട്ട് മാറും. അല്ലെങ്കിൽ നമുക്കൊരു 40. നമ്മൾ എത്രത്തോളം ആദ്യം കൊടുക്കുന്ന ഇനിഷ്യൽ പേയ്മെൻറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കസ്റ്റമറിന് വരുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റിലാണെങ്കിലും EMIയിലാണെങ്കിലും. അതാകുമ്പോൾ കസ്റ്റമറിന് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിരിക്കും. കാരണം നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൂടുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള അടവുകളെല്ലാം എത്രത്തോളം നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കുമ്പോൾ അത് EMIയിലും ഇൻട്രസ്റ്റിലായിട്ട് കയറും. അത് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളൊരു ഇത്. ഇപ്പോൾ കറൻ്റ്ലി വണ്ടി വന്നു, ഇപ്പോൾ തന്നെ നമുക്കൊന്ന് 2-3 ബുക്കിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തൊരു ഫീഡ്ബാക്ക് എങ്ങനെയാണ് വണ്ടിയെ പറ്റി? കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കസ്റ്റമർ വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ലാരും, ജസ്റ്റ് എല്ലാവരും വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട്. അവരുടെ ഇരിക്കുന്ന ആ ഒരു ഇതും എല്ലാം നോക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് മാത്രം നമ്മൾ കുറച്ച് ടെസ്റ്റ് ഡ്രൈവ്സ് നമ്മൾ മൂവ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ലോഞ്ചിങ് സെറമണി ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് അവരുടെ ഭാഗത്ത് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലൊരു ഇൻട്രസ്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ഒരു ബജാജിൻ്റെ ഭാഗത്ത് നല്ലൊരു സെയിലാവുന്ന ഒരു വണ്ടിയായിട്ട് ഇത് മാറട്ടെ നമുക്ക് ആശംസിക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ, താങ്ക് യു, ശരി.